നമസ്കാരം, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പാകെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കുറ്റമറ്റ രീതിയിൽ ക്രമീകരിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ഡിജിറ്റൽ റിസർവ് നടപടികൾ അതിവേഗം പൂർത്തിയാക്കി വരികയാണ്. റവന്യൂ സർവേ, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്റെ ഭൂമി എന്ന ഏകജാലക പോർട്ടൽ ഇതിനായിട്ട് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ഉടമസ്ഥാവകാശ രേഖകൾ, സ്കെച്ചുകൾ, നികുതി വിവരങ്ങൾ എന്നിവ ഇനി മുതൽ ഈ പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. പഴയകാലത്തെ ചെയിൻ സർവേ രീതിയിലുണ്ടായിരുന്ന പിഴവുകളൊക്കെ പരിഹരിച്ച് DGPS, ടോട്ടൽ സ്റ്റേഷൻ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചാണ് നിലവിൽ അതിരുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ റിസർവ് പൂർത്തിയാക്കുന്നതോടെ ഓരോ ഭൂ ഉടമയ്ക്കും QR കോഡ് സഹിതമുള്ള ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുന്നതാണ്. ഭൂമിയുടെ കൃത്യമായ വിസ്തീർണം, അതിരുകളുടെ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തിയ ഈ കാർഡ് ഭൂമിയുടെ ആധികാരിക രേഖയായിട്ട് പരിഗണിക്കപ്പെടും. ഭൂമി കൈവശം വെച്ചിരിക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ട് സർക്കാർ പുതിയ റെഗുലേഷൻ ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആധാരത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഭൂമി തർക്കരഹിതമായിട്ട് ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് അത് നിയമപരമായിട്ട് സ്വന്തമാക്കാൻ ഇനി ഈ നിയമത്തിലൂടെ സാധിക്കും. എന്നാൽ കയ്യേറ്റ ഭൂമികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നില്ല. 2026 കേരളത്തിലെ ഭൂമി രജിസ്ട്രേഷൻ സംവിധാനം പൂർണ്ണമായിട്ടും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഭൂമി കൈയേറ്റം ചെയ്യുമ്പോൾ ഡിജിറ്റൽ പ്രീമോട്ടേഷൻ സ്കെച്ച് നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടാതെ ആധാര എഴുത്ത് കഴിഞ്ഞാലുടൻ വില്ലേജ് ഓഫീസുകൾ പോക്കുവരപ്പ് നടപടികൾ തന്നെ പൂർത്തിയാക്കുന്ന ഓട്ടോ മ്യൂട്ടേഷൻ സംവിധാനവും നിലവിൽ വന്നിരിക്കുകയാണ്. റേഷേഴ്സ് രംഗത്തെ സുതാര്യത ഉറപ്പാക്കുന്നതിനായിട്ട് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ആൾമാറാട്ടം പോലുള്ള ക്രമക്കേടുകൾ തടയാനായിട്ട് സഹായിക്കും. നിലവിൽ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസുമാണ് ഇപ്പോൾ ഈടാക്കുന്നത്. എന്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നികുതി അടയ്ക്കാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. സർവേയുമായി ബന്ധപ്പെട്ട പരാതികൾ വില്ലേജ് തലത്തിൽ തന്നെ പരിഹരിക്കുന്നതിനായിട്ട് പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സ്വന്തം ഭൂമിയുടെ നിലവിലെ സർവേ സ്റ്റാറ്റസ് അറിയുന്നതിനായി എന്റെ ഭൂമി .kerala.gov. എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസരമൊരുക്കുന്നു. നിലവിൽ മറ്റ് സ്കോളർഷിപ്പുകൾ അപേക്ഷിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇഗ്നൻസ് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകേണ്ടത്. അപേക്ഷകൾക്ക് അക്ഷയ സെന്ററിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ എത്തി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇതിനാവശ്യമായ അനുബന്ധ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ജനുവരി മാസം 15-ാം തീയതി വരെ മാത്രമായിരിക്കും അപേക്ഷിക്കാനുള്ള അവസാന കാലാവധി ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമായി തുടങ്ങും. BPL വിഭാഗത്തിൽപ്പെട്ട 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ ക്ഷേമ പദ്ധതിയിലേക്ക് അർഹരായവർ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജനുവരി മാസത്തിൽ ആദ്യ ഗഡു വിതരണം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ നവംബർ മാസം മുതൽ ഉൾപ്പെടെ ഏകദേശം 3000 രൂപയോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പരിശോധിച്ച് വളരെ വേഗത്തിൽ അംഗീകാരം നൽകുന്നതാണ്. ആദ്യഘട്ടത്തിൽ അപേക്ഷിക്കാൻ വൈകുന്നവർക്ക് പിന്നീട് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങൾ നേരിട്ടേക്കാം. മറ്റ് ക്ഷേമ പെൻഷനുകളെ പോലെ തന്നെ ഈ പദ്ധതിയിലും ഗുണഭോക്താക്കൾക്ക് വർഷം തോറും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ പദ്ധതിയുടെ തുകയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതായിരിക്കും. എന്നാൽ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അർഹതയുള്ളവരാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോ കുടുംബ പെൻഷൻ ലഭിക്കുന്നവരോ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സ്ഥിര നിയമനമോ കരാർ നിയമനം ഉള്ളവരോ ഈ പദ്ധതിയിൽ അനർഹരാണെന്ന ആനുകൂല്യം കൈപ്പറ്റുന്നതായിട്ട് കണ്ടെത്തിയാൽ 18% പിഴയോടുകൂടി
തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരുമെന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിനാൽ തന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ച സാക്ഷ്യപത്രവും അനുമതി രേഖകളും സഹിതം അർഹരായ ഗുണഭോക്താക്കൾ കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടർമാരുടെ പൗരത്വ രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 2002 വോട്ടർ പട്ടിക പ്രകാരം പൗരത്വം സ്ഥിരീകരിക്കാൻ കഴിയാത്ത വോട്ടർമാരുടെ രേഖകളാണ് BLOമാർ മുഖേന നിലവിൽ പരിശോധിക്കുന്നത്. SCRന്റെ ആദ്യഘട്ടത്തിൽ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ തന്നെ 2002 പട്ടികയിൽ വോട്ടറെയോ ബന്ധുക്കളെയോ കണ്ടെത്താനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ BLOമാർക്ക് പട്ടിക കൈമാറുകയും മാപ്പിംഗ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇതുപ്രകാരം 1980 മുമ്പ് ജനിച്ചവർ കമ്മീഷൻ നിർദ്ദേശിച്ച 13 രേഖകൾ ഏതെങ്കിലും ഒന്നും, 1987 ശേഷം ജനിച്ചവർ സ്വന്തം രേഖയ്ക്കൊപ്പം മാതാപിതാക്കൾ ഒരാളുടെ രേഖയും, 2004 ശേഷം ജനിച്ചവർ മാതാപിതാക്കളുടെ ഇരുവരുടെയും രേഖകൾ ഒന്ന് ഹാജരാക്കേണ്ടതുണ്ട്. പൗരത്വ രേഖയായി ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ പരിശോധനയ്ക്കായിട്ട് മറ്റൊരു അനുബന്ധ രേഖ കൂടി സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ നിലവിൽ പട്ടികയിൽ പേരോ വിലാസമോ തെറ്റായി രേഖപ്പെടുത്തിയ വോട്ടർമാരെ തിരിച്ചറിയുന്ന മുറയ്ക്ക് BLOമാർ അർഹതയായിട്ടുള്ള ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് നൽകി വിവരം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ടെന്നും അതുകൂടാതെ നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം മുതൽ AP വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ ആട്ട വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ടയുടെ വില 17 രൂപ നിരക്കിലായിരിക്കും വാങ്ങാനുള്ള അവസരമുള്ളത്. എന്നാൽ AP വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും അരി 2 കിലോ വീതമേ ലഭിക്കുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെഷ്യാലിറ്റി വിഹിതമൊന്നും ഈ മാസം അനുവദിച്ചിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടർ വില പുനർക്രമീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജനുവരി മാസത്തിലും വില പുനർ നിശ്ചയിച്ചിരിക്കുകയാണ്. സിലിണ്ടർ വിലയിൽ 111 രൂപയുടെ വർധനവാണ് എണ്ണ വിതരണ കമ്പനികൾ ഈ ജനുവരി മാസത്തിൽ വരുത്തിയിരിക്കുന്നത്. വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് 19 കിലോ സിലിണ്ടറിന്റെ വിലയാണ് ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ 1698 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വരുന്നത്. കോഴിക്കോട് 1719 രൂപയും തിരുവനന്തപുരത്ത് 1730 രൂപയാണ് വില. വിപണിയിൽ എണ്ണവില താരതമ്യേന കുറഞ്ഞു നിൽക്കുമ്പോഴാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ ഗാർഹിക സിലിണ്ടറിന്റെ വില മാറ്റം വരുത്തിയിട്ടില്ല. ഇനി അടുത്തൊരു അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ ഇപ്പോൾ കർശന നടപടികളാണ് എടുക്കാനായിട്ട് പോകുന്നത്. സിലിണ്ടർ വീടുകൾ എത്തിച്ചു നൽകുന്നതിന് ദൂരമനുസരിച്ചാണ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗ്യാസ് ഏജൻസികളുടെയൊക്കെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാനായിട്ട് പാടുള്ളതല്ല. ബിൽത്തുക മാത്രമേ ഉപയോക്താവ് നൽകേണ്ടതായിട്ടുള്ളൂ. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ. ഇതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും കൂടി ഉപയോഗപ്പെടുന്ന വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു.